IELTS ചെയ്യാം, PT ചെയ്യാം, TOEFL ചെയ്യാം, ജർമ്മൻ ചെയ്യാം. ഇത്രയും ഈ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർക്ക്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്പോൾ അവർക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ഇതുപോലെ ഇതിലെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഇവർ നോക്കും ഇവരെങ്ങനെയാണ്, ഇവരുടെ സ്കിൽസ് എങ്ങനെയുണ്ട്, സ്പീക്കിംഗ് അറിയാവോ. അപ്പോൾ എന്ത് ജോലിയായിരിക്കും അവർക്ക് ഈ ഒരു കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് എന്തെല്ലാം ജോലികളായിരിക്കും അവർക്ക് ഇപ്പോൾ അവർ സ്റ്റുഡൻസ് ആയിട്ടാണ് പോകുന്നത്. TOEFL അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ PT പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും UK ആയാലും അവർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. അവർക്ക് ഡിഗ്രി ചെയ്യാൻ പോവാം. പോയി കഴിഞ്ഞാൽ അവർക്ക് PR എടുത്ത് അവിടെ സെറ്റിൽ ആകാൻ പറ്റും. അങ്ങനെയാണ് റിക്വയർ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ, ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുമാതിരിപ്പെട്ട കുട്ടികൾ ചെടുക്കുന്ന ജർമ്മൻ എടുക്കും. ജർമ്മൻ B2 ലെവൽ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ പറ്റും. അവിടെ ചെന്നിട്ട് പഠിക്കാൻ പറ്റില്ല. ജർമ്മനിയിൽ ഇപ്പം ജർമ്മൻ മാത്രമേ പറ്റുള്ളൂ. ജർമ്മൻ പിന്നെ ചെറിയ ഇംഗ്ലീഷ് ഉണ്ട് അറിയപ്പോലും അവർ സംസാരിക്കാറില്ല. ജർമ്മൻ മാത്രം അവരുടെ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇപ്പം B2 ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും. അത് പ്ലസ് സ്റ്റൈഫൻഡോട് കൂടി ഒരു 1200 യൂറോ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി അവർക്ക് പഠിക്കാൻ പറ്റും അവിടെ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് നിലവിൽ.